ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അമ്മ കൂടെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ മാമ്പഴ പുളിശ്ശേരി തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അതിനായി നല്ല പഴുത്ത മധുരമുള്ള 3 മാങ്ങ എടുത്തിട്ടുണ്ട്. സാധാരണ നാട്ടുമാങ്ങയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ എടുക്കുന്നത്. പക്ഷേ എനിക്കിതിവിടെ കിട്ടാൻ മാർഗ്ഗമില്ലാത്തതിനാലാണ് ഞാൻ ഈ മാങ്ങ എടുത്തത്. വൃത്തിയായി കഴുകിയ മാങ്ങയെ തൊലി ചെത്തി പൂളിയെടുക്കുക. മാമ്പഴം പൂളുമ്പം അല്പം ദശഭാഗം മാങ്ങേണ്ടിയിൽ വെച്ച് വേണം പൂളിയെടുക്കാൻ. ഇനി അരിഞ്ഞെടുത്ത മാങ്ങയെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 4 പച്ചമുളക് കീറിയിടണം. 2 തണ്ട് കറിവേപ്പിലയും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ തേങ്ങ അരയ്ക്കുമ്പം ചേർക്കും. ആയതിനാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഈ മാങ്ങ കഷ്ണം വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ ഇനി ഒന്ന് ഇളക്കി വേവിക്കാൻ വെക്കണം. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ഇനി മാങ്ങ ചെറുതീയിൽ അവിടെ കിടന്ന് വേകട്ടെ. നമുക്ക് തേങ്ങാപ്പീര തയ്യാറാക്കാനായി തേങ്ങാക്കൊത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1 പച്ചമുളക്, കുറച്ച് തൈര് ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേണം അരയ്ക്കാൻ. ഞാൻ ആദ്യമേ അരച്ച ബാച്ചിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ഇനി ശർക്കര ഒന്ന് ഉരുക്കി അരിച്ച് മാറ്റി വെക്കണം കേട്ടോ. നമുക്ക് ശർക്കര പാനിയുടെ ആവശ്യമുണ്ട്. തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ശർക്കര പാനി കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ മതിയാകും. ചൂട് ശർക്കര പാനി ഗ്ലാസ് ബൗളിലെടുത്തത് പൊട്ടിപ്പോയി. ഇനി നിങ്ങളാരും അങ്ങനെ ചെയ്യരുത് കേട്ടോ. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് വരരുത്. ഇനി ഉപ്പും പുളിയൊക്കെ എരിവൊക്കെ പാകമാണോ എന്ന് നോക്കാം. യെസ്, പാകം, കറക്റ്റ്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം അരപ്പൊഴിച്ചു കൊടുക്കാൻ. നന്നായി ഇളക്കി ചെറുതീയിൽ വേവിച്ചെടുക്കണം. തിളയ്ക്കാൻ പാടില്ല കേട്ടോ. തിളയ്ക്കുന്നതിന് മുന്നേ തീ ഓഫാക്കി കൊടുത്തതിന് ശേഷം അടിച്ചു വച്ചിരിക്കുന്ന 1.5 ഗ്ലാസ് തൈര് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. 1.5 ഗ്ലാസ് തൈര് ചേർത്തതിന് ശേഷം തീ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ചെറുതായി ഇളക്കി കൊടുക്കണം. ഇതും തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ പുളിശ്ശേരിയുടെ ഒരു ഗുമ്മ് പോവും, പിരിപിരാന്ന് കിടക്കും. ഇനി ചൂടായതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം, പശുവിൻ നെയ്യ്. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്കൊരു വറ താളിക്കാനുണ്ട്. അതിനായി 4 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അല്പം കറിവേപ്പില, 1/2 ടീസ്പൂൺ കടുക്, കായപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ നമുക്ക് വേണം. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പം കടുക് ഇട്ട് കൊടുക്കാം. ആദ്യമേ എടുത്ത കടുക് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പോയി. രണ്ടാമത് ഞാൻ വീണ്ടും കടുക് എടുത്ത് വെച്ചിരിക്കുവാണ്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിയുമ്പം ഗ്യാസ് ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഐറ്റംസൊക്കെ കരിഞ്ഞു പോകും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇനി വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിനായി നമ്മൾ 4 വറ്റൽ മുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ മുറിച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം താഴെ പോയി. ഇന്ന് എന്താണോ എടുക്കുന്നതെല്ലാം താഴെ പോവുക. ഇനി നല്ല ജീരകം ഇട്ട് കൊടുക്കണം. നല്ല ജീരകം പൊട്ടിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം.
ഇനി കായപ്പൊടി. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കും. ആദ്യമേ കറിവേപ്പിലയൊക്കെ ഇടുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാം, അതിൻ്റെ കളറങ്ങ് പോകും. ഇനി എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് നന്നായി ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. രുചികരമായ മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു.